നൈറ്റ് അപ്പം ലൈവിൽ അർജുൻ കിടന്ന് കരഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ശരണ്യയും ശ്രീതുവും അപ്സരയും റസ്മിനും ഒക്കെ അർജുൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. എന്താണ് കരയണേന്നൊക്കെ ചോദിച്ച് വന്നിട്ടുണ്ടായിരുന്നു ശരണ്യൊക്കെ. അർജുനെ ചുമ്മാ കളിയാക്കിക്കൊണ്ട് ശരണ്യ പറയുന്നുണ്ടായിരുന്നു, ഇതേ നീ നോക്കിയാടാ, നിന്റെ ചുറ്റിനും ഫുൾ പെൺപിള്ളേരല്ലേ, നീ എണീക്കെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ശരണ്യ ചോദിച്ചു കഴിയുമ്പോൾ അർജുൻ പറയുന്നുണ്ട് വീട്ടുകാരെ മിസ് ചെയ്തിട്ടാണെന്നൊക്കെ. അർജുൻ എണീക്കുക, വാ നമുക്ക് അപ്പുറം പോയിരുന്ന് സംസാരിക്കാന്നൊക്കെ പറഞ്ഞ് ശ്രീതു വന്ന് വിളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരണ്യ അർജുനെ കളിയാക്കിക്കൊണ്ട് പറയുന്നുണ്ട്, ഇന്ന് ടാസ്കിൽ പറഞ്ഞില്ലേടാ ഐസ്ക്രീമിൻ്റെ അവിടെ ഇരിക്കുന്ന കാര്യം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് കുറച്ചും കഴിയുമ്പോൾ അർജുൻ എണീക്കും. ഞാൻ കരയണപ്പോൾ ക്യാമറയിലൊക്കെ വന്നിട്ടുണ്ടാവില്ലേ എന്നൊക്കെ പറഞ്ഞ് നാണക്കേടെന്നൊക്കെ പറയണ അർജുൻ എണീക്കുന്നത്. അർജുൻ എണീറ്റിട്ട് ബാത്റൂമിൻ്റെ അവിടെ ഏരിയയിൽ പോയിരുന്നിട്ട് അർജുൻ ശ്രീതുവിനെ സംസാരിക്കും. അപ്പോൾ ശ്രീതു ചോദിക്കുന്നുണ്ട്, ശരിക്കും അമ്മേനെ മിസ് ചെയ്തിട്ട് തന്നെയാണോ, വീട്ടുകാരെ മിസ് ചെയ്തിട്ടാണോ? അപ്പോൾ അർജുൻ പറയും, അതെ വേറെ ഒന്നുമില്ല അതാന്നൊക്കെ പറയും. അല്ല ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ, അതുമാത്രമല്ല ഇന്ന് തെറിയൊക്കെ വിളിച്ചില്ല അതുകൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ ഞാൻ ഇടയ്ക്ക് വിളിക്കാറുള്ള, അതുകൊണ്ടൊന്നും അല്ല എന്നൊക്കെ പറയും. ഞാൻ ആദ്യമായിട്ട് ഇന്നാ കേൾക്കുന്നതെന്നൊക്കെ ശ്രീതു പറയുന്നുണ്ട്. അർജുന സ്വഭാവം അല്ലെങ്കിൽ മാറിയിട്ടുണ്ടെന്നൊക്കെ സിബിൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ശ്രീതുവിന്. സിബിൻ കുറെ കെണിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ശ്രീതുവിന് ഓൾറെഡി അർജുനെ പറ്റിയൊക്കെ. എന്നിട്ട് ശ്രീതു ചോദിക്കുന്നുണ്ട്, ശരിക്കും അർജുൻ്റെ ക്യാരക്ടർ എന്താണ്, ഇമോഷണലി വീക്കാണോ, കുറച്ച് ഇമോഷണൽ ആണോ അല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഇമോഷണലി വീക്ക് ആവണമെങ്കിൽ ഞാൻ തന്നെ തീരുമാനിക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അർജുൻ സംസാരിക്കുന്നത്. അങ്ങനെ പുറക്കം വന്നൊന്ന് ശ്രീതു പോയിക്ക് പോവാന്നും പറഞ്ഞിട്ട് അർജുൻ റൂമിലേക്ക് പോകും. എന്നിട്ട് ശ്രീതു അർജുൻ്റെ റൂമിൽ പോയി ഇരിക്കുന്നുണ്ട്. കുറച്ചേരം അവിടെ വർത്തമാനം പറയുന്നുണ്ട്. അവിടെ ഇന്ന് മൊത്തത്തിൽ എല്ലാവരും ഉണ്ട് അവിടെ, അപ്സരയൊക്കെ ആയിട്ടിരുന്നു. ശ്രീതുവിന് പക്ഷെ കുറച്ചുകൂടി അർജുനോട് സംസാരിക്കണം എന്നൊക്കെ ഉള്ള പോലെയാണ് തോന്നിയത്. പക്ഷെ അർജുൻ അങ്ങനെ ശ്രീതുവിനോട് സംസാരിക്കാൻ വലിയ താല്പര്യമൊന്നും കണ്ടില്ല.